എയ്സ് ബോണ്ട് ബ്രാൻഡിന്റെ പേര്, റെയിൻ ഗാർഡ് എന്ന ഐറ്റത്തിന്റെ പേര്. ഇതില് ഞങ്ങള് പുട്ടി ഇട്ടിട്ടില്ല, ഞങ്ങൾ പുട്ടി തൊട്ടിട്ടില്ല ഇതില്. ടോട്ടൽ 4 ക്രീം കളർ. അതെ, ഓക്കെ. അങ്ങനെ 4 കളറുണ്ട്. നമുക്ക് ഇതുപോലെ ഇതുപോലത്തെ പെയിന്റ് ഉണ്ട്, വാട്ടർ പ്രൂഫിംഗ് പെയിന്റ്സ് ഉണ്ട്, സാധാരണ അക്രിലിക് പെയിന്റ് ഉണ്ട്. നമസ്കാരം. നമ്മൾ നമ്മുടെ സംപ്രീതം വീടിന്റെ അപ്ഡേറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് പറയാൻ പോവാണ്. അത് പെയിന്റിംഗ് ആണ്. പെയിന്റ് ചെയ്യുന്നത് നമ്മുടെ റെയിൻ ഗാർഡ് പെയിന്റ് ആണ്. നമ്മളിവിടെ വാട്ടർ പ്രൂഫ് ചെയ്ത സമയത്ത് സംസാരിച്ചിരുന്ന അതേ ഫേമിന്റെ പ്രോഡക്റ്റ് ഇന്നിവിടെ ചെയ്തിരിക്കുന്ന പൂർണ്ണമായിട്ടും റെയിൻ ഗാർഡാണ്. കാണാൻ പോകുന്നത് ഈ വീടിന്റെ പെയിന്റിംഗ് വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സംപ്രീതത്തിന്റെ വാട്ടർ പ്രൂഫ് ചെയ്ത ഫേം തന്നെയാണ് ഡാവോ ഹോം ഡിപ്പോ. തിരുവഞ്ചൂര് പോത്തമ്മൂട് പാലത്തിന് മുൻപ്, പാലം കഴിഞ്ഞ് ഏറ്റുമാനൂർ പോത്തമ്മൂട് പാലം കഴിഞ്ഞ് ഏറ്റുമാനൂർ വരുമ്പോൾ പോത്തമ്മൂട് പാലത്തിന് മുൻപ് പുളിമൂട് വരെ പേരൂരാണ്. അന്നത്തെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭീകര റെസ്പോൺസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിച്ച എവിടുന്ന? നമുക്ക് നോർത്ത് കേരള ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിനേക്കാളും നോർത്ത് കേരളൈറ്റ്സ് കൂടുതൽ ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്നുണ്ട്. ഭീകര എൻക്വയറി ഹാൻഡിൽ ചെയ്യാൻ പറ്റാവും. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ അതിനകത്ത് കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പ്രത്യേക പ്രൊഡക്റ്റ്, ഇതുവരെ നമ്മൾ കാണിക്കാത്തൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ടാണ് അതിനങ്ങനെ റിസൾട്ട് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഈ അടിച്ചിരിക്കുന്നത് അതുപോലൊരു പ്രത്യേകതയുള്ള പ്രൊഡക്റ്റ് അല്ലേ ഇത്? അശ്വിനി, ഇതിന്റെ പേരെങ്ങനെ? റെയിൻ ഗാർഡ്. ഇത് എയ്സ് ബോണ്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ എയ്സ് ബോണ്ട്. അതെ, എയ്സ് പ്രൂഫ് റെയിൻ ഗാർഡ് എന്ന് പറയും. എയ്സ് പ്രൂഫ് റെയിൻ ഗാർഡ്. സോറി. ഓക്കെ. ഇത് നമുക്കിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതെ. ഇത് സാധാരണ എമൽഷൻ അല്ല. ഇത് വാട്ടർ പ്രൂഫിംഗ് പെയിന്റ് ആണ്. ഓക്കെ. അത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് പെയിന്റ് ആയിട്ട് യൂസ് ചെയ്യാം, പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എമൽഷൻ ആയിട്ട് യൂസ് ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ ഡാം പ്രൂഫ് ആയിട്ട് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിട്ട് ടെറസ് ഒക്കെ വാട്ടർ പ്രൂഫ് ചെയ്യാൻ സാധിക്കും അല്ലേ? ഇതിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭിത്തി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതില് ഞങ്ങള് പുട്ടി ഇട്ടിട്ടില്ല, ഞങ്ങൾ പുട്ടി തൊട്ടിട്ടില്ല. ഇതില് ഞങ്ങൾ പുട്ടി ഇടാതെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സർഫസിന്റെ ആ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലോണം വൃത്തിയായിട്ട് തേച്ച് പുട്ടി ഇടാതെ ചെയ്തിരിക്കുകയാണ്. പുട്ടി ഇടുമ്പോഴത്തേക്കും കുറെ കൂടെ ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള പ്രതലം വരും. യഥാർത്ഥത്തിൽ അശ്വിനെ ഇത് പുട്ടി ഇട്ട് ചെയ്യേണ്ടതോ പുട്ടി ഇടാതെ ചെയ്യേണ്ടതോ? പുട്ടി ഇടാതെ ചെയ്യുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതെന്താ അങ്ങനെ? വേറൊന്നുമല്ല, പുട്ടി ക്രാക്ക് ആകുന്നൊരു മെറ്റീരിയൽ. ശരി. നല്ല ഫൈൻ ടേപ്പ് ആണെന്നെങ്കിൽ പുട്ടിയുടെ ആവശ്യമില്ല. നമുക്ക് നല്ല മേസന്മാരുണ്ട് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ, ചേട്ടനറിയാലോ. അവരൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യുന്നവരാ. പിന്നെ എന്നാലും കസ്റ്റമേഴ്സ് ആണ് കൂടുതലും പുട്ടി വേണമെന്ന് വാശി പിടിക്കുന്നത്. ശരിയാ. ഈ പുട്ടി വേണമെന്ന് വാശി പിടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ഫ്രണ്ട് ഏരിയ മാത്രം പുട്ടി ചെയ്തു കൊടുക്കും. അല്ലാത്ത സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ കണക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പുട്ടി ചെയ്തിട്ടില്ല. വൃത്തിയായിട്ട് തേച്ചിട്ട് അതിനെ മുകളിൽ കൂടെ നമ്മൾ ഡയറക്റ്റ് ഈ പറഞ്ഞ നമ്മുടെ റെയിൻ ഗാർഡ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ്. ഇതൊരു ക്രാക്ക്, ഇപ്പൊ ചെറിയ ക്രാക്കുകൾ അറിയാലോ, നമ്മുടെ ജസ്റ്റ് വരുന്ന ഈ പില്ലർ ക്രാക്കുകളൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ എയർലൈൻ ക്രാക്കുകൾ, അതൊക്കെ ഇത് കവർ ചെയ്യും. അതൊന്നും ഇതിൽ വിസിബിൾ ആകത്തില്ല. ഇല്ല. കാര്യം ഇത് എലാസ്റ്റോമറിക്ക. ഇത് വലിയുന്ന പെയിന്റ്. ഇതിന്റെ ഇന്റേണലി എന്തെങ്കിലും ക്രാക്സോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അത് എക്സ്റ്റേണലി കാണിക്കത്തില്ല. ഇത് അങ്ങനെ തന്നെ നിർത്തും. അതായത് താഴെ നിന്നുള്ള കാപ്പിലറി ആക്ഷനെ ഇത് സപ്പോർട്ട് ചെയ്യും. കാപ്പിലറി ആക്ഷൻ മെയിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കാപ്പിലറി ആക്ഷന് ഒരു പെയിന്റ് കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. അത് നമ്മൾ ഫൗണ്ടേഷൻ വാട്ടർ പ്രൂഫ് കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഇതുകൊണ്ട് വിസിബിൾ ആവാതിരിക്കും. വരില്ല എന്നല്ല കേട്ടോ, അത് പുറത്ത് കാണില്ല എന്നാണ് പറയുന്നത്. ഇത് ഡാംനെസ് വരുമ്പോഴോ? ഡാംനെസ് ഒരു കാരണവശാലും വരത്തില്ല. നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന ഒരു തരത്തിലുള്ള വെള്ളവും കുടിക്കത്തില്ല ഇത്. അതായത് ഇത് അടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൺഷെയ്ഡില് അതുപോലെ ടെറസിലുള്ള കോർണേഴ്സിലൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നം വരത്തില്ല. ഇത് എത്ര വർഷം വാറണ്ടി കൊടുക്കും? 7 വർഷം വാറണ്ടി. 7 വർഷം വാറണ്ടി. ഇത് നമുക്ക് കഴുകാം. ഇത് ആന്റി ഡസ്റ്റ് ആണ്. അങ്ങനെ എന്തും ചെയ്യാം. കഴുകാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ജെറ്റ് പമ്പ് വെച്ചിട്ടുള്ള നമ്മളിങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകാം. വാഷ് ചെയ്ത് പോയിക്കോളും, ചെളി ഉണ്ടാലും പോയിക്കോളും. അത് കൊള്ളാലോ. നമ്മുടെ നാട്ടിലെ സാധാരണ പെയിന്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആരും ചെയ്യാത്തൊരു പരിപാടിയുണ്ട്. നമ്മൾ പെയിന്റ് അടിക്കും, പിന്നെ നമ്മൾ വൈകിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് അതൊന്ന് വാഷ് ചെയ്യുന്നത്, റീപെയിന്റ് ചെയ്യുന്നത്. വാഷ് ചെയ്യത്തില്ല. നമ്മൾ വാഷ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കില്ല. റീപെയിന്റ് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഏത് വീടും എടുത്തോ നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ഇത് കൃത്യമായിട്ട് വാഷ് ചെയ്യണം.
വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇപ്പൊ എന്റെ വീട് ചെയ്തിരിക്കുന്നത് ഒരു വാട്ടർ പ്രൂഫ് പെയിന്റാണ്, മറ്റേ നമ്മുടെ അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വാഷ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കൊടുത്ത സ്ക്വയർ ഫീറ്റ് 70 രൂപ, അതെനിക്ക് വെറുതെ ആയി പോകുന്ന ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് അതുപോലെയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റോ അതോ ലിറ്റർ റേറ്റോ? ഇത് നമ്മള് ബക്കറ്റില്ല ശരിക്കും പറഞ്ഞാൽ റേറ്റ് പറയുന്നത്. 20 ലിറ്ററിന്റെ ബക്കറ്റാണ്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അധികം ഒന്നും ചെയ്യുന്നില്ല. 7000 രൂപ MRP ഉള്ള സാധനമാണ്. എത്രയായിരുന്നു? 7000 രൂപ, 7100 ചില്ലുവാനം രൂപ അല്ലെ? 7100 സംതിങ് റുപ്പീസ് ആണ് ഇതിന്റെ MRP. അതായത് 20 ലിറ്ററിന്റെ ക്യാനാ പറയുന്നത്. പിന്നെ ഇത് MRP ആണ് പറഞ്ഞത്. ഒരു 4000 ചില്ലുവാനം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, 5000 താഴെ. ഒറ്റ 20 ലിറ്റർ തന്നെയാണ് ഫുൾ വരിക. 1 ലിറ്റർ, 20 ലിറ്റർ ഉണ്ട്, 10 ലിറ്ററിന്റെ ഉണ്ട്, 5 ലിറ്ററിന്റെ ഉണ്ട്. അത് നമുക്ക് അതിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ പറ്റും. ഈ വീടിന്റെ എക്സ്റ്റീരിയർ മാത്രമാണ് ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അശ്വിനെ, ഇതിനിപ്പോ നമ്മളിവിടെ 707 സ്ക്വയർ ഫീറ്റാ. ഇതിൽ നമ്മൾ എത്ര ലിറ്റർ പെയിന്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും? ഏറെക്കുറെ റഫ്ലി ഒരു 40 ലിറ്റർ പെയിന്റ്. 2 ബക്കറ്റ് അല്ലേ? 40 ലിറ്റർ പെയിന്റ് വേണ്ടി. ഓ ശരി. അതായത് ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ പ്രൈമർ കോട്ട് ചെയ്യുമോ? പ്രൈമർ കോട്ട് ചെയ്യും നമ്മൾ. 1:1 വെള്ളം ഒഴിച്ച് പ്രൈമർ കോട്ട് ചെയ്തിട്ട് പിന്നെ അല്ലാതെ 2 കോട്ടും കൂടെ പോകും. അതായത് ടോട്ടൽ 3 കോട്ട്, ഒരു സിംഗിൾ പ്രൈമർ, 2 എമൽഷൻ എന്നുള്ള കോൺസെപ്റ്റ് പോലെയാണ് ഇത് ചെയ്യുന്നത് അല്ലേ? അതായത് ഇങ്ങനത്തെ സർഫസിൽ ഇപ്പൊ നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണല്ലോ ചെയ്തിരിക്കുന്നത്, നമുക്ക് പ്രൈമർ കോട്ടിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് 2 കോട്ട് ചെയ്താൽ മതി. യെസ്, അങ്ങനെയും കൂടെ ഒരു ഗുണമുണ്ടല്ലോ. ഇത് നമ്മൾ എക്സ്റ്റീരിയർ ജിപ്സാണ് ചെയ്തിരിക്കുന്നത്, അതിൽ ലൈം മിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു സംഗതി വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിലല്ല കേട്ടോ. ഇതും ഇവരുടെ നോർമൽ എനാമൽ അല്ല അടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫുള്ള് ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്ന കാരണം ഇതിൽ ചെയ്തിരിക്കുന്നത് എനാമൽ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഗ്രേ കളർ ഇതിന്റെ ബോർഡർ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ. അത് ഇതിന്റെ റെയിൻ ഗാർഡ് അല്ല, ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അശ്വിനെ, റെയിൻ ഗാർഡ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സാധാ കസ്റ്റമറെ സമയത്ത് റെയിൻ ഗാർഡ് നമ്മൾക്കൊന്ന് കാണിച്ച് പറഞ്ഞു കൊടുക്കാം അല്ലെ? ആൾക്കാരൊന്ന് കണ്ടോട്ടെ. ഇതാണ് ഐറ്റം. എയ്സ് ബോണ്ടിന്റെ ബ്രാൻഡിന്റെ പേര്, റെയിൻ ഗാർഡ് എന്ന് ഐറ്റത്തിന്റെ പേര്. ഇത് 20 ലിറ്ററിന്റെ അല്ലേ ക്യാൻ വന്നിരിക്കുന്നത്? ഇത് 10 ലിറ്ററിന്റെ. 10 ലിറ്ററിന്റെ ആണ് ഒന്ന് ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിന്. ശരി ശരി, ഓക്കെ. അപ്പൊ നമുക്ക് 10 ലിറ്റർ ആയിട്ടും കൊടുക്കാൻ പറ്റും. 10 ലിറ്റർ ഉണ്ട്, 5 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്. 1, 5, 10, 20 അങ്ങനെയാണ് അല്ലേ? യെസ്. അതിപ്പോ നിങ്ങളുടെ ഇപ്പോ എക്സ്ട്രാ ഒരു 20 ലിറ്റർ എടുത്തു, 21 ലിറ്റർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ട്. ഇത് എപ്പോഴും പറഞ്ഞു. പിന്നെ കളർ വരുന്നത് വൈറ്റ് ആണ്, ഒറ്റ കളറുള്ളൂ. ഇതിന് വരുന്നത് വൈറ്റ് ആണ്. ശരി ശരി. പിന്നെ പ്രീമിക്സ്ഡ് ആയിട്ട് ഒരു 4 കളറും കൂടെ വരുന്നുണ്ട്, ടെറാക്കോട്ട, ബ്ലൂ, ഗ്രേ, പിന്നെ ഒരു കളർ കൂടെ ഉണ്ട്. ടോട്ടൽ 4 ക്രീം കളർ. അതെ, ഓക്കെ. അങ്ങനെ 4 കളറുണ്ട്. പിന്നെ ഇത് കൂടാതെ വൈറ്റും ഉണ്ട്. ടോട്ടൽ 5 കളർ പ്രീമിക്സ്ഡ് ആയിട്ട് വരുന്നത്. ശരി. അതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നുണ്ടോ? ഇത്ര ബക്കറ്റ് വേണമെന്നുണ്ട്. ഓക്കെ. അല്ലാണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മളല്ലാതെ കസ്റ്റമർ പറയുന്ന കളർ നമ്മൾ നമ്മുടെ ലോക്കലി ടിൻറ്റ് ചെയ്ത് കൊടുക്കും, നമ്മുടെ പെയിന്റ് ഷോപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കും. ഈ 5 കളറിന്റെ കാര്യം നമ്മൾ പറയുന്നത്, ഈ 5 കളറ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ശരി ശരി. അല്ലാതെ നമുക്ക് ടിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആണോ? അങ്ങനെ ധാരാളം കളർ കൊടുക്കാൻ പറ്റും. ഒത്തിരി ഡാർക്ക് കളർ പറ്റത്തില്ല, ലൈറ്റ് ഷെയ്ഡ്സ് അല്ല. നിങ്ങൾ ടിൻറ്റ് ചെയ്യുന്നത്? അതെ അതെ. എപ്പോഴും നമ്മളെപ്പോഴും പറയുന്നതിന് ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒരു രീതിയുണ്ട്. ഇത് നമ്മളെ സാധാ പെയിന്റർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയല്ലേ ഇതിന്? അതെ അതെ. പ്രശ്നങ്ങളൊന്നുമില്ല, കോംപ്ലിക്കേഷനും ഇല്ല. യെസ്. പക്ഷെ സൈക്കോസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ലേ, അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. സൈക്കോസിൽ ചെയ്ത സമയത്ത് അതിനകത്ത് പല അഭിപ്രായങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ, സൈക്കോസിൽ എന്ന് പറഞ്ഞാൽ അതൊരു പക്ക ടെറസ് വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റ് ആണ്. അതിനകത്ത് ആഴ്ന്നിറങ്ങിയിട്ടാണ് അതിന്റെ വർക്ക് വരുന്നത്. അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അതുപോലെ ആയിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പെയിന്റ് ആണ്. പെയിന്റിങ് ഒരു പെയിന്റർ ചേട്ടന്മാര് സാധാരണ എങ്ങനെ ചെയ്യുന്നു അതുപോലെ ചെയ്തു പോയാൽ ഇതിന് വലിയ കോപ്പി ബുക്ക് ശൈലികളൊന്നും ഇല്ല. അത്ര ടെക്നിക്കലായിട്ടുള്ള ഡീപ്പ് റിസർച്ചിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സംപ്രീതത്തിൽ ചെയ്ത പ്രൊഡക്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അതല്ലാതെ ധാരാളം പ്രൊഡക്റ്റ് നമുക്കില്ലേ? പിന്നെ പോലെ നമുക്ക് മിനറൽ പെയിന്റ് ഉണ്ട്, നമുക്ക് ഇതുപോലെ ഇതുപോലത്തെ പെയിന്റ് ഉണ്ട്, വാട്ടർ പ്രൂഫിംഗ് പെയിന്റ്സ് ഉണ്ട്, സാധാരണ അക്രിലിക് പെയിന്റ്, എനാമൽസ് ഉണ്ട്, എല്ലാ സാധനവും. പിന്നെ നമുക്ക് ടൈൽ അഡീസീവ് ഉണ്ട്, ടൈൽ എപ്പോക്സി ഉണ്ട്, എന്തും കൊടുക്കാം, നമുക്കെല്ലാം കൊടുക്കാം. ഇതിനൊരു സ്പെഷ്യാലിറ്റീസ് എന്ന് പറയാൻ എടുത്തു പറയാനായിട്ടുള്ള പോയിന്റ്സ് ഇല്ലേ, അതൊന്ന് പറഞ്ഞാട്ടെ. പറയാലോ. നമുക്ക് ഇതിൽ നോക്കുവാണെങ്കിൽ തന്നെ കാണാം, ഇത് ലെഡ് ഫ്രീ ആണ്. ലെഡ് ഫ്രീ. ഓക്കെ. ലെഡ് കണ്ടന്റ് ഇല്ല. ലെഡ് കണ്ടന്റ് മാത്രമല്ല, മെർക്കുറി കണ്ടന്റ് ഇല്ല, അതുപോലെ തന്നെ ക്രോമിയം കണ്ടന്റ് ഇല്ല. ഇത് ഇന്റീരിയറോ എക്സ്റ്റീരിയറോ ഒക്കെ ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ ആണ് സാധനം. ഓക്കെ, ശരി. ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ വാട്ടർ ബേസ്ഡ് ആണ്. UV പ്രൊട്ടക്ഷൻസ് ഉണ്ട്, ഇൻഫ്രാറെഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണ്. ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് വാട്ടർ റെപ്പല്ലന്റ്, ആന്റി ഡസ്റ്റ്, എല്ലാം അതിനകത്ത് തന്നെ ആന്റി ഫംഗൽ,
അങ്ങനെ ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ. യെസ്, എടുത്തു പറഞ്ഞാൽ നമുക്ക് റിലയബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓൾറൗണ്ടർ ആയിട്ടുള്ള പെയിന്റ്. യെസ്, ഒരു വാട്ടർ പ്രൂഫ് പെയിന്റ്. ഓൾറെഡി വെറും പെയിന്റ് അല്ല, വാട്ടർ പ്രൂഫ് പെയിന്റ്. അതെ, നമ്മൾ പറഞ്ഞിട്ടുള്ള വാട്ടർ പ്രൂഫ് പെയിന്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാണിച്ചത്. അത് നമ്മുടെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വലിയ സന്തോഷം. അത് ചെയ്തു തന്നത് നമ്മുടെ അശ്വിനും ടീമുമാണ്. അശ്വിനും മിഥുനും അടക്കം തന്നെ. മിഥുൻ ഈ സൈഡിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനെ താങ്ക് യു സോ മച്ച്. അതിൽ ഞങ്ങളോടൊപ്പം നിന്നതിന്, സഹകരിച്ചതിന്. യെസ്, മിഥുനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ചെറിയൊരു സംരംഭമാണ്. ഇവർ 2 ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയ സംരംഭം. ഞാൻ എൻ്റെ അവസാന സമയത്ത് വന്നപ്പോൾ എനിക്കൊരു പെയിൻറ്റിൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഓടി വന്ന്, ചേട്ടാ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരാണ്. എന്ത് ചെയ്തു തരുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ ചെയ്തു തരുന്നു എന്നുള്ളതാണ്. അതിന് ഞാൻ നിങ്ങൾക്കൊരു വലിയ താങ്ക്സ് എൻ്റെ ഭാഗത്തു നിന്ന്, ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് തരികയാണ്. താങ്ക് യു. നമുക്കും വലിയൊരു സപ്പോർട്ടാണ് കണ്ണൻ ചേട്ടൻ, ഡോക്ടർ ഇന്റീരിയർ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെ താങ്ക്സ്. താങ്ക് യു അശ്വിനെ, താങ്ക് യു സോ മച്ച്. എടുത്തു പറയുന്ന സർവീസാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇവർ സർവീസ് തരും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കൊറിയറായിട്ട് എല്ലായിടത്തും അയച്ചു തരാനായിട്ടുള്ള സംവിധാനം ഇവർക്കുണ്ട്. സോ നമ്പർ താഴെ എഴുതി പോകുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നിങ്ങൾ നേരിട്ട് വിളിച്ചോ. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.